ഒന്ന് ഇറങ്ങി വരണം ശാലിനി, ഒരു കാര്യമുണ്ട്. ശാലു ഒന്ന് വേഗം വാ. ഷെടാ, അവിടെ നിന്ന് എങ്ങനെയാ? വാ വാ, ഇങ്ങോ ദാ ഇവിടെ നിക്ക്. ഞാൻ പറയുന്ന സമയത്ത് എല്ലാരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണേ. വിശിഷ്ടാതിഥിയെ ഞാൻ മാല ചാർത്താൻ പോവാ. എന്താ ഇത്? കൊള്ള, എങ്ങനെയുണ്ട്? സാധാരണ എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല സിവിൽ സർവീസ് എഴുതിയെടുക്കുക. അതിന്റെ പ്രിലിമിനറി എക്സാം എന്ന കടമ്പ വിജയകരമായി കടന്ന നമ്മുടെ ശാലിനി മെയിൻ എക്സാം എഴുതി. അതിൽ പാസ്സായ പിന്നെ ഇന്റർവ്യൂ എന്നൊരു കടമ്പ കൂടിയേ ഉള്ളൂ. സിവിൽ സർവീസ് കൈയെത്തും ദൂരത്ത്. നമ്മുടെ മിടുമിടിക്കായ ശാലിനി സിവിൽ സർവീസ് മെയിൻ എക്സാമിൽ 8 നിലയിൽ പൊട്ടി. UPSC എക്സാം റിസൾട്ട് നെറ്റിലുണ്ട്. അതിന്റെ സ്വീകരണ ചടങ്ങാ ഇപ്പൊ ഇവിടെ നടന്നത്. സുസ്മിതേ, എന്ത് കോമാളിത്തരാണ് നീ കാണിക്കുന്നത്? മനസ്സാക്ഷിയൊന്നും ഇല്ലേ നിനക്ക്? ഒരാളുടെ പരാജയത്തിലാണോ ആഘോഷിക്കുന്നത്? ഇവളുടെ പരാജയം ഞാൻ ആഘോഷിക്കും അങ്കിൾ. അതിന് കാരണമുണ്ട്. കല്യാണത്തിന് മുമ്പേ തന്നെ ഇവര് തമ്മിലുള്ള പ്രണയം കൊടുമ്പിരി കൊണ്ടിരുന്നാണല്ലോ. അന്നെന്നെ ഇവളുമായിട്ടാ വിഷ്ണുവേട്ടൻ താരതമ്യപ്പെടുത്തിയിരുന്നത്. ശാലിനി IAS. പുതിയ കഥയൊന്നും മെനയുണ്ട് സുസ്മിതേ. ഇവിടെ വന്ന നിന്റെ കൂട്ടുകാരികൾ തന്നെ പറഞ്ഞതാ. സിവിൽ സർവീസ് എന്ന് പറഞ്ഞ കോപ്പി അടിച്ചും കൈക്കൂലി കൊടുത്തും പാസ്സാകാവുന്ന പരീക്ഷയല്ല. ഒരുപാട് വായനയും അറിവും വർഷങ്ങളുടെ പരിശീലനവും വേണം. മെയിൻ എക്സാം ആദ്യ തവണ തന്നെ പാസ്സായവർ ചുരുക്കം. ഒരു വട്ടം കൂടി ശാലിനി ആ പരീക്ഷ എഴുതിയാൽ നീ പറഞ്ഞതൊക്കെ തന്നെ സംഭവിക്കും സുസ്മിത. അവള് ജില്ലാ കളക്ടറുടെ ബോർഡ് വെച്ച കാറിൽ ഈ മുറ്റത്ത് വന്നിറങ്ങും. അപ്പോ പഞ്ചപുച്ച അടക്കി തന്നെ നിൽക്കേണ്ടി വരും നിനക്ക്. LKG മുതൽ ക്യാപിറ്റേഷൻ ഫീ കൊടുത്ത് സ്കൂളിലും കോളേജിലും ഒക്കെ പ്രവേശനം കിട്ടിയ നിനക്ക് അതൊന്നും പറഞ്ഞ മനസ്സിലാവില്ല. ചുരുങ്ങിയ പക്ഷം ഇന്ത്യൻ പ്രസിഡന്റ് ആരാണെന്ന് നിനക്ക് അറിയൂ? അതൊക്കെ എനിക്കറിയാം. നരേന്ദ്രമോദിയല്ലേ? അല്ലടി, ജവഹർലാൽ നെഹ്റു. നെഹ്റു പുള്ളിക്കാരൻ മരിച്ചുപോയില്ലേ? ഇതാ പറഞ്ഞത്, നീയും ശാലിനിയും തമ്മിൽ ഒരുപാട് അന്തരമുണ്ടെന്ന്. ഇനിയൊരു 100 ജന്മം എടുത്താലും സുസ്മിതയ്ക്ക് ശാലിനി ആവാൻ പറ്റില്ല.
എന്നാലും നീ കോപ്പി അടിച്ചത് മോശമായി പോയി സുസ്മിത. അവളുടെ ഒരു വേൾഡ് ടെലിവിഷൻ പ്രീമിയർ ഒലക്കയുടെ മൂഡ്. എന്താടി? വീഡിയോ കയ്യില് വേണമെന്നില്ല. എപ്പോഴും ഞാനിങ്ങനെ വിളിച്ചാ വാലാട്ടിക്കൊണ്ട് വരേണ്ടി വരും നിനക്ക്. നിന്റെ ജനസിന്റെ ഗുണം അതാ. എന്താടി നീ പറഞ്ഞേ? അടങ്ങി നിൽക്ക് സുസ്മിത. ആദ്യം ഞാൻ പറയുന്നത് നീ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്ക്. എന്റെ അമ്മയും ശാരികച്ചി നിൽക്കുന്നിടത്ത് നീ അഴിഞ്ഞാടിയപ്പോഴേ ഞാൻ കരുതിയതാ നീ എന്തോ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന്. എന്റെ സംശയം ശരിയായി. വന്നു നോക്കുമ്പോ ഫോൺ പൊട്ടിച്ചിതറി കിടക്കുന്നു. മെമ്മറി കാർഡ് കാണാനുമില്ല. അതിനെ നീ കൊണ്ട് കേസ് കൊടുക്കടി. ഇനി ഞാൻ ആ ഫോൺ പൊട്ടിച്ചെന്ന് പറഞ്ഞാലേ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. കേസ് കൊടുക്കുമ്പോഴേ ആ വീഡിയോയും കൂടി കൊടുത്താലോ? അപ്പൊ വിശ്വസിക്കില്ലേ? അതിന് നിന്റെ കയ്യിലിപ്പോ ആ വീഡിയോ ഇല്ലല്ലോ. ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കല്ലേ. എന്റെ ശാരികേച്ചിയുടെ താലി പൊട്ടിക്കാൻ നിൽക്കുന്നവർക്ക് നിനക്ക് എരികേറ്റി കൊടുക്കാം. പക്ഷെ നിന്റെ വീഴ്ചകൾ മാത്രം മറ്റാരും അറിയരുത്. ഇത്രയൊക്കെ നീ ചെയ്ത സ്ഥിതിക്ക് നീ വിടില്ല. ശാലിനി, ശാലിനി പ്ലീസ് ക്ഷമിക്കണം, പറ്റിപ്പോയി. ആരോടും പറയില്ലേ മാം. ഞാൻ പറഞ്ഞതെല്ലാം തിരിച്ചെടുത്തു. പ്ലീസ് എഴുന്നേക്ക്. എഴുന്നേക്കാൻ. ഈ പെൻഡ്രൈവില് മാത്രമല്ല, എനിക്ക് പ്രിയപ്പെട്ട പലരുടെയും ഫോണിലേക്ക് ഞാൻ ഇത് അയച്ചു കൊടുത്തിട്ടുണ്ട്. കൂടാതെ എന്റെ ഇമെയിലിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഏത് സിസ്റ്റത്തിൽ നിന്നും 2 മിനിറ്റ് കൊണ്ടത് റിക്കവർ ചെയ്യാം. ഞാൻ വീഡിയോ അയച്ചു കൊടുത്തവരുടെ ഫോൺ എല്ലാം കണ്ടെത്തി തല്ലി പൊട്ടിക്കാനോ ഇനി എന്റെ ഇമെയിലിന്റെ പാസ്വേഡ് കണ്ടുപിടിക്കാനോ ഒന്നുമേ നീ മെനക്കെടണമെന്നില്ല. നീ തോറ്റു പോത്തേ ഉള്ളൂ. ഇല്ല മാം, ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യില്ല. ചെയ്യാൻ നിന്നെ കൊണ്ട് പറ്റത്തൂല്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പ്രിയപ്പെട്ട പലരുടെയും ഫോണിൽ ആ വീഡിയോ ഉണ്ട്. എന്നെ പാമ്പിനെ കൊണ്ട് കൊത്തിച്ചു കൊല്ലാൻ നീ ഗൂഢാലോചന നടത്തുന്നതാ ആ വീഡിയോയില്. വധഗൂഢാലോചന. ഇനി എന്റെ കാലിലൊരു മുള്ളു കൊണ്ടാ പോലും അതിനുത്തരവാദി നീയാ സുസ്മിത. നിന്റെ അച്ഛന്റെ UK കസേരയ്ക്കടിയിലേക്ക് നീ പറഞ്ഞാലുവേ നിന്നെ അവിടെ നിന്ന് പോലീസ് പൊക്കും. സിവിൽ സർവീസ് മെയിൻ എക്സാം വരെ എത്തിയ എനിക്ക് അത്രയ്ക്ക് ബുദ്ധിയില്ലാന്ന് വിചാരിച്ച നീ ഒരു മരമണ്ടി തന്നെ. ഹലോ, സേ യെസ് ഓർ നോ? യെസ്. ഈ ബുദ്ധി ഉള്ളതുകൊണ്ടാ ഞാൻ നിന്റെ ഉടയോളും നീ എന്റെ അടിമയോ ആയത്. മനസ്സിലായോ? മനസ്സിലായി. സിവിൽ സർവീസ് എക്സാമിൽ ഞാൻ തോറ്റെന്നും പറഞ്ഞ് നീ നടത്തിയ ആഘോഷമില്ല, അതിന് ഞാൻ പിന്നെ മറുപടി പറഞ്ഞോളാം. പക്ഷേ എന്റെ ഫോണും മെമ്മറി കാർഡും തകർത്തതിന് ആര് സമാധാനം പറയും? അപ്പൊ നീ കാണിച്ചതൊക്കെ അതൊക്കെ ഒരു അഭിനയല്ലേ കൃഷ്ണകുട്ടി ചേട്ടാ? അമ്പടി ഭയങ്കര. നീ എന്നെ കൂടെ പറ്റിച്ചു കളഞ്ഞല്ലോ. ഞാനിപ്പോ അങ്ങനെ കാണിച്ചില്ലായിരുന്നെങ്കിൽ അവൻ പിന്നെ ആ മോശട്ടെ ഈ വീട്ടിലേക്ക് എഴുന്നള്ളിച്ചേനെ. 10ന്റെ പൈസയ്ക്ക് ഉപകാരമുണ്ടോ? അതുമില്ല.
അപ്പൊ ഞാൻ പഠിപ്പിച്ചു തന്നത് കൊണ്ടൊക്കെ ഗുണമുണ്ട് നിനക്ക്. നമ്മക്കെന്താ പറയും. കൃഷ്ണകുട്ടി ചേട്ടാ, ഈ അമ്മമാരുടെ ഹൃദയമാ മക്കളുടെ കാമുകിമാർക്കും ഭാര്യമാർക്കും എതിരെയുള്ള പ്രധാന ആയുധം. വേണ്ട സമയത്ത് വേണ്ട പോലെ ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ മക്കളെ പിടിവിട്ട് എങ്ങോട്ടും പോവില്ല. ഒന്ന് പതുക്കെ പറയടി, അവനെ ഞാൻ കേക്കോന്നേ. ഏയ്, അവന് ഏതെങ്കിലും പുസ്തകത്തില് തല പൂഴ്ത്തിയിരിക്കുമായിരിക്കും. നിന്റെ ഒരു കാര്യം. ഇല്ലെങ്കിൽ അവൻ പിന്നെയും ആ മൂശേട്ടയ്ക്ക് പിന്നാലെ പോയനെ. എനിക്കിത് ആരോടെങ്കിലും പറഞ്ഞൊന്ന് ചിരിക്കാത്ത വയ്യ. ചിരിക്കാൻ ഞാനും കൂടെ കൂടട്ടെ. രാജീവേ, അമ്മ പറഞ്ഞ എല്ലാം ഞാൻ കേട്ടമ്മേ. എനിക്ക് ശരിക്കും അപ്പം നെഞ്ചുവേദന വന്നതാടാ. ഞാനൊന്ന് തമാശക്ക് പറഞ്ഞതേ ഉള്ളൂ. മറ്റുള്ളവരുടെ ജീവിതം വെച്ചിട്ടാണോ അമ്മേ അമ്മയുടെ ഈ തമാശ? ശാരദാമ്മയുടെ വീട്ടിൽ നിന്ന് മനസ്സ് നൊന്തൊരു പെൺകുട്ടി ഇറങ്ങി പോയിട്ടുണ്ട്. ജീവിതത്തിലെ സകല പ്രതീക്ഷകൾ നശിച്ചാ അവൾ ഇറങ്ങി പോയിരിക്കുന്നത്. കുളത്തിലേക്കോ കായലിലേക്കോ കടലിലേക്കോ എവിടേക്കാന്ന് അറിയത്തില്ല. ഒന്ന് മാത്രം ഞാൻ പറയാം, അവക്ക് എന്തെങ്കിലും സംഭവിച്ച വീഴുന്നത് ഒന്നായിരിക്കില്ല, 2 ശവമായിരിക്കും. ഒന്നീ ഞാനായിരിക്കും. അമ്മയുടെ കൺമുന്നിൽ പടഞ്ഞ് ചാവും ഞാൻ. പണത്തിനും സ്വർണത്തിനും വേണ്ടി ആർത്തി പൂണ്ട മനസ്സിന് അങ്ങനെയെങ്കിലും അങ്ങ് തൃപ്തിയാവട്ടെ. മോനെ, ഞാൻ ഇനി ആരൊക്കെ എന്ത് അഭിനയം കാഴ്ചവെച്ചാലും ഞാൻ അങ്ങോട്ട് പോവാ. തടയാൻ വരരുത് തന്നെ. എവിടുന്നാ ഇവിടെ കിട്ടിയത്? റെയിൽവേ ട്രാക്കിൽ നിന്ന്. ട്രെയിൻ വരുന്ന സിഗ്നൽ വീണ് കിടക്കുന്നത് കണ്ടിട്ടും ട്രാക്കിലൂടെ അങ്ങ് നടക്കുമായിരുന്നു. ബോധം നഷ്ടപ്പെട്ടതുപോലെ കണ്ണുകളൊക്കെ ശൂന്യമായിട്ടങ്ങനെ. ആൾപ്പാർപ്പില്ലാത്ത വഴി കൂടെയുള്ള ട്രാക്ക്. ലെവൽ ക്രോസിനടുത്തെത്തിയപ്പോ ബീറ്റ് പോലീസിന്റെ കണ്ണിപ്പെട്ടു. അവരിടപെടാൻ ഒരു 1/2 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ ശാരദാമ്മേ, വേണ്ട, ഓളകത്തേക്കില്ലേ. ചെല്ലുമോളെ. ഇനി ആവർത്തിക്കില്ല ഞാൻ. എന്നാലും മോളെ, നീ സാരമില്ല, കഴിഞ്ഞത് കഴിഞ്ഞു. അപ്പോ ഞാൻ ഇറങ്ങട്ടെ ശാരദാമ്മേ, വല്ലാതെ ടയർഡായേ. വലിയ ഉപകാരം ഇവളെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടതിന്. നാടിന്റെ മൊത്തം അമ്മയായ ശാരദാമ്മയ്ക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യണ്ടേ ഞാൻ? കേസെടുക്കേണ്ട വകുപ്പാ. റെയിൽവേ കേന്ദ്ര സർക്കാരിന്റെ ആണെന്ന് മറക്കണ്ട. ഞാൻ സ്ട്രോങ് ആയിട്ട് ഇടപെട്ടതുകൊണ്ടാ അവര് കേസ് ഒഴിവാക്കിയത്. ഇനി മേലിൽ ഇത്തരം സാഹസത്തിനൊന്നും മുതിർന്നേക്കരുത്. പോട്ടെ ശാരദാമ്മേ. ശരി മോളെ.
അമ്മക്ക് എന്നെ കുറിച്ചെങ്കിലും ഒരു നിമിഷം ആലോചിക്കായിരുന്നു. മോനെ, അവളെ ഇനി സങ്കടപ്പെടുത്തണ്ട. പറഞ്ഞില്ലേ, ഇതിന് അത്രയ്ക്ക് ബുദ്ധിയേ ഉള്ളൂ. സാറ് വേണം എല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ. എന്റെ അമ്മാവനൊക്കെ ഇപ്പോഴെനിക്ക് ശരിക്കും മനസ്സിലായി തുടങ്ങി. പണത്തിന് വേണ്ടി എന്തും ചെയ്യും അവര്. എനിക്കിപ്പോ അവരെ ഉപേക്ഷിക്കാൻ വയ്യ. അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നപ്പോ തിരിഞ്ഞു നോക്കാതെ അവനൊരു പെണ്ണിനൊപ്പം ഇറങ്ങിപ്പോയെന്ന് മറ്റുള്ളവർ പറയും. അയ്യോ, അങ്ങനെ ഒന്നും ചെയ്യാൻ ഒരിക്കലും ഞങ്ങൾ പറയില്ല. അമ്മ കാട്ടുന്ന ചിലതൊക്കെ അഭിനയാണെന്ന് എനിക്ക് പിടികിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ അറുത്തുമുറിച്ചൊരു തീരുമാനം എടുത്തിട്ട് അമ്മയ്ക്ക് യഥാർത്ഥത്തിൽ എന്തെങ്കിലും സംഭവിച്ച അതിന്റെ പശ്ചാത്താപം ഈ ജന്മം തീരില്ല എനിക്ക്. വേണ്ട മോനെ. $50,000+ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ആ, അത്രയുണ്ട്. കൊള്ളാം. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. താങ്ക്സ് സുസ്മിത. എന്താ? അല്ല, നീ എനിക്കൊരു പുതുപുത്തൻ ഫോൺ സമ്മാനിച്ചേന്. നിന്നോട് ഞാൻ എന്നും കടപ്പെട്ടിരിക്കും സുസ്മിതേ. അത് മാമിന്റെ ഫോൺ ഞാൻ പൊട്ടിച്ചതുകൊണ്ടല്ലേ? നീ അത് പൊട്ടിച്ചു കളയാനുണ്ടായ സാഹചര്യം എന്താ? എന്നെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു കൊല്ലാൻ നീ മുരുകേശനുമായി സംസാരിക്കുന്ന വീഡിയോ ആ ഫോണിലുണ്ടെന്ന് സംശയിച്ചു അല്ലേ? അതെ. പക്ഷേ എന്നാ നീ കേട്ടോ, അങ്ങനൊരു വീഡിയോയേ ഇല്ല. ആ, അതെ സുസ്മിത, നീ പറഞ്ഞില്ലേ ഒരു ഓഞ്ഞ ഫോൺ, ക്ലാരിറ്റി ഇല്ലാത്ത വീഡിയോ എന്നൊക്കെ. എന്റേതൊരു പാവപ്പെട്ട ഫോണായിരുന്നു. വീഡിയോ ക്വാളിറ്റി ഒക്കെ ശോകം. ആ ഇതല്ലേ? ദേ ആ വണ്ടിയെ കൊണ്ടുപോക്ക. ഓ അവിടെയല്ലേ? ഓ അവിടെ എന്തോടാ പുല്ല് നീ കരുതിയത്? എന്നെ പറ്റിച്ചിട്ടങ്ങ് കടന്നു കളയാന്നോ? ഇല്ല വിശ്വാസനെ, അങ്ങനെയൊന്നുമില്ല. കാശിന് കുറച്ച് ടൈറ്റ് വന്നുകൊണ്ട്. ഈ ടൈറ്റ് ഒന്നും ഫാമിലി ആയിട്ടുള്ള നോർത്ത് ഇന്ത്യ ടൂറിൽ കണ്ടില്ലല്ലോടാ. അത് ഞാൻ മുന്നാര മോനെ, സോഷ്യൽ മീഡിയ ഒക്കെ കാണുന്നവരാടാ ഞങ്ങളും. നീ ഇങ്ങനെ ഒരു വിക്ടറി സൈനൊക്കെ കാണിച്ചിട്ടാണല്ലോ മൈസൂർ പാലസിന് മുമ്പിൽ നിന്നത്. അത് സത്യഭാമ വഹിപ്പിച്ചു എന്നുള്ള വി ആവണ്ട. കാശിടാം. എടുക്കാശനെ. പിന്നെ ഞാൻ കാശ് തന്നില്ലേ, പിന്നെന്തിനാ? ഇതൊരു ഓർമ്മപ്പെടുത്തല. കബളിപ്പിക്കാൻ നോക്കുമ്പോ ഓർമ്മയുണ്ടാവണം ആരെയാണെന്ന്. സത്യഭാമയുടെ മകൻ വിഷ്ണു.
ലെവല് ജയിക്കാറായതാ. ഇവളെന്തിനാ ഇപ്പൊ വിളിക്കുന്നേ? എന്താ? നീ കോൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിലോ എന്നൊരു പേടിയുണ്ടായിരുന്നു. ബെല്ലടിച്ചപ്പോഴേ നീ കോൾ എടുത്തല്ലോ, ആശ്വാസം. അതെന്തിനാ ഞാൻ കോൾ എടുക്കാതിരിക്കുന്നേ? കോളേജ് ഫസ്റ്റ് ആവാൻ നമ്മളെ തമ്മിലാണല്ലോ കോമ്പറ്റീഷൻ. അപ്പോ മനസ്സിലൊരു ശീതസമരം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്റെ മനസ്സിൽ അങ്ങനെ സമരവും പണിമുടക്കും ഒന്നുമില്ല. പഠിച്ചാ ആർക്കായാലും മാർക്ക് കിട്ടും. ആ അത് വിട്. എന്തായാലും നിന്നെക്കാളും ഒരുപടി താഴെയാ ഞാൻ. കോളേജിന്റെ പടി പോലും കണ്ടിട്ടില്ലെങ്കിലും നിന്റെ ശാരികേച്ചി അടിച്ചെടുത്തത് നമ്മുടെ ലെക്ചറല്ലേ. പക്ഷേ നിന്റെ ശാരികേച്ചിയെ രാജീവ് സാറിന്റെ വീട്ടുകാര് അടിച്ചിറക്കിന്ന് കേട്ടു. മറ്റുള്ളവരുടെ വേദന കൊണ്ട് നിനക്ക് എന്ത് രസം കിട്ടാനാ? കൊതുകിന് ചോറ് കുടിക്കുമ്പോ കിട്ടുന്ന ആനന്ദവും. എന്തായാലും ഞാൻ ഫോൺ വെക്കുക. നീ കൊമ്പിറക്കിയെടുത്ത് ചൊറിഞ്ഞോണ്ടിരിക്കാൻ എനിക്ക് സമയമില്ല. വെക്കില്ല വെക്കില്ല വെക്കില്ല. ഒരു ഗുഡ് ന്യൂസ് കൂടി പറയാനുണ്ട്. വാസ്തവത്തിൽ അതിനാ ഞാൻ നിന്നെ വിളിച്ചത് തന്നെ. നിന്റെ കുഞ്ഞേച്ചി കല്യാണം കഴിച്ചിരിക്കുന്നതേ സത്യഭാമയുടെ മകൻ വിഷ്ണുവാണെന്നല്ലേ പറഞ്ഞത്? ആണെങ്കിൽ ആ വിഷ്ണു എന്റെ അച്ഛന്റെ ഗോഡൌണിൽ ചുമടെടുത്തോണ്ടിരിക്കുകയാണ്. അത് ഞാൻ നേരിട്ട് കണ്ടതാ. പുതുമുഖാണെങ്കിലേ ജോലിയിൽ നന്നായി ശോഭിക്കുന്നുണ്ട്. അയാൾക്ക് ഈ മേഖലയിൽ നല്ല ഭാവിയുണ്ട് എന്ന് എന്റെ മനസ്സ് പറയുന്നു. വൈകിട്ട് എന്റെ അച്ഛൻ കൂലി എണ്ണി കൊടുത്തിട്ട് വേണമായിരിക്കും നിന്റെ കുഞ്ഞേച്ചിക്ക് കഞ്ഞിക്കല അടുപ്പത്ത് വെക്കാൻ. തൽക്കാലം ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ കൊമ്പ് ഒന്നുകൂടി ഇറക്കിന്ന് കൂട്ടിക്കോ. നീ പിന്നെയും ചൊറഞ്ഞോ. ഞാൻ വെക്ക. അതെ, ഇയാള് നിന്നേ. ഇന്നത്തെ കൂലി തന്നു. ഇയാൾക്ക് നാളെ മുതൽ ഇവിടെ ജോലിയില്ല. അല്ല, ഞാൻ ജോലിയിൽ വീഴ്ചയൊന്നും വരുത്തിയിട്ടില്ല. ഇയാള് വീഴ്ച വരുത്തിയെന്നല്ല, ഞങ്ങൾ വീഴാതിരിക്കാൻ വേണ്ടി ഈ പറയുന്നത്. പഴയ പിണക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിൽ വെക്കല്ലേ. വിഷ്ണു ആകെ മാറിക്കൊണ്ടിരിക്കുക. എനിക്ക് വ്യക്തിപരമായുള്ള പ്രശ്നമല്ല ഇത്. മുതലാളിക്ക് നിങ്ങൾ ഇവിടെ നിർത്താൻ താല്പര്യമില്ല. അല്ല, അദ്ദേഹമായിട്ട് എനിക്ക് യാതൊരു പ്രശ്നമില്ലല്ലോ. ഞാൻ ജോലി നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിനോട് നേരിട്ട് സംസാരിച്ചോളാം. സംസാരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ജോലി നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. രണ്ടാളുടെ ജോലിയാ ഇന്നൊരു ദിവസം നിങ്ങളിവിടെ ചെയ്തത്. പക്ഷെ സത്യഭാമയുടെ മകന് കൊടുക്കാൻ ഇവിടെ ജോലിയില്ല. അത് തന്നെയാ പ്രശ്നം. സത്യഭാമയുടെ മകനാണെങ്കിൽ ഇവിടെ ജോലിക്ക് വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരപേക്ഷയുള്ളൂ, ഞങ്ങളെ കുഴപ്പത്തിലാക്കരുത്. ഇല്ല, ഞാൻ പോയിക്കോളാം. ഞാൻ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ട് വേണ്ട. താങ്ക് യു. ഭാമേ, നീ ആ പണം വാങ്ങിക്ക്. എന്തിന്? സത്യഭാമയ്ക്ക് നെറ്റിയില്ല.
ഭാമേ, ഭയങ്കര മോശമായിപ്പോയി നീ കാട്ടിയത്. അല്ല, ആന്റി പറഞ്ഞാൽ എന്താ തെറ്റ്? ആന്റിയെ അപമാനിക്കല്ലേ വിഷ്ണുവേട്ടൻ ഇപ്പൊ ചെയ്തത്? ഈ വീട്ടിൽ നിന്ന് ഒരാൾ ജോലിക്ക് പോവാന്ന് പറഞ്ഞ ഇവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലെന്നല്ലേ എന്റെ അർത്ഥം. ഒരായിരം ഉലുവ. ഭാമാന്റെ എന്താ ഒരു വാക്ക് പോലും പറയാതിരുന്നത്? ഭാമേ, നീ ചെയ്ത ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ഭാമയ്ക്ക്? പിണക്കങ്ങളും പരിഭവങ്ങളും പലതും ഉണ്ടാവും. പക്ഷേ അവൻ നമ്മുടെ മകനാണെന്ന് മറക്കരുത്. ഇയാൾക്കെന്താ കണ്ണില്ലേ? ഭഗവാനെ, എന്റെ ഭർത്താവ് അധ്വാനിച്ച് ആദ്യമായി ഉണ്ടാക്കിയ പണമാ. തുണയായി നീ എന്നും കൂടെ ഉണ്ടാവണേ. വലിയ മോഹങ്ങളൊന്നുമില്ല. അന്നന്ന് ജീവിച്ചു പോകാനുള്ളതെങ്കിലും തന്ന് അനുഗ്രഹിക്കണം നീ. ഇയാളെന്താ പ്രാർത്ഥിച്ചേ? ഇയാളുടെ മനസ്സൊന്ന് നന്നാക്കണോന്ന്. ഓ, എന്നെ ഒരിക്കലും ശല്യം ചെയ്യാൻ തോന്നിക്കല്ലേന്ന്. എന്നിട്ട് എന്തു മറുപടി പറഞ്ഞു? അയാളൊന്നും നേരെ ആവാൻ പോകുന്നില്ലാന്ന്. കറക്റ്റ്. ദൈവത്തിന് ഇപ്പോ അത്യാവശ്യം വിവരക്കായി. മനസ്സിലായില്ല. കിട്ടി കിട്ടി. ഞാനിതിപ്പ ചെയ്തുതരാം. ആയിക്കോട്ടെ. എടോ, അല്ല, ഇയാളിത് എങ്ങോട്ടാ പോണേ? കോഫി ഇട്ട് തരാൻ. അതല്ലേ ഇയാൾ ഉദ്ദേശിച്ചത്? ചൂടോടെ. അത് പൊന്നിയോട് ചോദിച്ചാ പോരെ? എന്നാ പിന്നെ എനിക്കറിയില്ല. ഇയാൾ ഉദ്ദേശിച്ച സാധനെ പൊന്നിയോട് പോയി ചോദിക്കും. ഇതൊന്നും പൊന്നിയോട് ചോദിക്കാൻ പറ്റിയ കാര്യങ്ങളല്ല. ഇതൊക്കെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ മാത്രം കൈമാറേണ്ട കാര്യങ്ങളാ. ഇയാൾ ഒരെണ്ണം തന്നാ ഞാൻ 10 മടക്കി തരാം. അത് ഇതെന്ന് പറയാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. പോടുന്നു. എനിക്ക് വയ്ക്കാം. കാൽനഖം കൊണ്ട് ചിത്രം വരയ്ക്കാൻ ഇയാൾ എന്താ ശകുന്തളയാ? അതെ. അത് എന്റെ കൈവിരൽ തുമ്പ് പിടിച്ച് അവനെ മുറ്റത്തുകൂടി പിച്ച വെച്ചത് ഇന്നലത്തേതുപോലെ ഓർമ്മയിൽ പച്ച പിടിച്ചു നിൽക്ക. എന്നിട്ടും നീ ആ പണം വാങ്ങിയില്ല. വാങ്ങാൻ എനിക്ക് പറ്റില്ല രാഘവേട്ട. എന്റെ മകൻ മറ്റുള്ളവർക്ക് മുന്നിൽ പണത്തിന് വേണ്ടി കൈകെട്ടി നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് അവനെ പലയിടത്തും ഞാൻ ജോലിക്ക് വിലക്കിയത്. പാവം, അവൻ എന്ത് ജോലിയാവും ചെയ്തിട്ടുണ്ടാവുക? എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും? ഒന്നും അറിയില്ല. നിന്റെ മകനല്ലേ ഭാമേ വിഷ്ണു? നിനക്ക് അവനോടും തുറന്ന് സംസാരിച്ചൂടെ? എന്തു ബന്ധമായാലും കുറച്ചകന്നു കഴിഞ്ഞ വീണ്ടും കൂടിച്ചേരാൻ കുറച്ച് ബുദ്ധിമുട്ടാവും രാഘവേട്ട. അതുകൊണ്ടല്ലേ 30 പവൻ വാങ്ങാനുള്ള പണം ഞാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ടും അവനത് വാങ്ങാതിരുന്നത്.
ഒരിക്കൽ നിന്റെ പണപ്പെട്ടിന്ന് സ്വാതന്ത്ര്യത്തോടെ പണം എടുത്തവനാ വിഷ്ണു. അന്ന് അവനെ വിലക്കാതിരുന്നെങ്കിൽ, കാവൽ നായ എന്നവരെ വിളിച്ച് അധിക്ഷേപിക്കാതിരുന്നെങ്കിൽ. ശാലിനി ആധാരം മോഷ്ടിച്ച് പണയം വെച്ചെന്ന് സംശയം നിലനിൽക്കുമ്പോ ഞാൻ എങ്ങനെ വീണ്ടും പണം കൊടുക്കാൻ സമ്മതിക്കണ്ട രാഘവേട്ട? ഞാൻ ഉണ്ടാക്കുന്നതല്ല അവന് വേണ്ടിയിട്ടാണെന്നുള്ള ആലോചനയെങ്കിൽ അവന് വേണ്ടേ? ആത്മാഭിമാനം മുറിപ്പെട്ട പെട്ടെന്നാവരണം ഉണങ്ങില്ല ഭാമേ. നീ പറയുന്നതെല്ലാം അനുസരിച്ചിരുന്ന ഒരു നഴ്സറിക്കുട്ടി അല്ല വിഷ്ണു. ആവേണ്ടതുമില്ല. ഇന്ന് അവനൊരു ഭർത്താവാ. ആ ഭാര്യയുടെ മുമ്പിൽ വെച്ച് കൂടിയാ അവൻ അപമാനിക്കപ്പെട്ടത്. അതുള്ളിലൊന്നും വെച്ചായിരുന്നില്ല. സത്യഭാമയ്ക്ക് ഇങ്ങനെ പെരുമാറാൻ അറിയൂ രാഘവേട്ട? ചിലപ്പോ അവനായിരിക്കും ശരി, സത്യഭാമ തെറ്റും. പക്ഷെ ഇനിയൊരു മാറ്റത്തിന് വയ്യ. ഈ ജന്മം ഇങ്ങനെ അങ്ങ് പോട്ടെ. നല്ല ഉറക്കമായി. ഇനി അറിയില്ല. എന്താ പൊടി പൊടി പറത്താതിരുന്നാ മതി. പറയടി, എന്താ നിന്റെ പ്ലാൻ? എന്നാ മടക്കം? ഇനി ഒരു മടക്കവും ഇല്ല. ഇവിടെ തന്നെ സെറ്റിൽ ചെയ്യാനാ പ്ലാൻ. ഓ കൊള്ളാലോ. പ്രായം ഇത്രയായല്ലോ, ഇനിയെങ്കിലും സ്വന്തം നാട്ടിൽ താമസിച്ചില്ലെങ്കിൽ ഇനി എന്നാ? കുട്ടികൾ ഏതായാലും അവിടെ വിട്ടു പോരില്ല. അവരൊക്കെ അവിടെ തന്നെ സെറ്റിലായി. അച്ഛനമ്മമാരെ കാണണമെന്നുണ്ടെങ്കിൽ അവരിടയ്ക്ക് ഇങ്ങോട്ട് വരട്ടെ. വേണോന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് അങ്ങോട്ടും പോകാമല്ലോ. അയ്യോ, ഞങ്ങൾ 3 പെണ്ണുങ്ങൾ ഇവിടെ ഇരിക്കുമ്പോ വിദേശത്ത് പോകുന്ന കപ്പിൾസിന്റെ ഇടയില് അങ്ങനൊന്നും ഇല്ല ഭാമേ. അടുക്കള പെണ്ണിന്, വരാന്തയിലെ ചാരുകസേര ആണിന് എന്നിങ്ങനെയുള്ള വേർതിരിവൊന്നും ഇല്ല. കാനഡയിലൊക്കെ പലരും ചെന്ന് പറ്റുന്നത് ഭാര്യമാരുടെ വിസയില. ഭാര്യ നേഴ്സോ മറ്റോ ആണെങ്കിൽ അവര് ജോലിക്ക് പോയാ കുഞ്ഞിനെയും കുളിപ്പിച്ച് വീടും നോക്കി ഇരിക്കണം അവര് വരുന്നത് വരെ. പിന്നെ ഏതെങ്കിലും ജോലി കയറി പറ്റും. അങ്ങനെയൊക്കെയാ എല്ലാവരുടെയും തുടക്കം. അതുകൊണ്ട് വീട്ടുജോലികൾ പരസ്പരം ഷെയർ ചെയ്യുന്നതിനെ ഞങ്ങൾക്കൊരു നാണക്കേടുമില്ല. അതൊക്കെ ഇവിടെയല്ലേ. അതെ, ഭാമയുടെ ഒരു സഹായം വേണമായിരുന്നു എനിക്ക്. പറഞ്ഞോളൂ. ഇവിടെ നിർത്താൻ ഒരു ഹൗസ് മെയ്ഡിനെ വേണമായിരുന്നു. ഭാമയ്ക്ക് നാടുമായിട്ടൊക്കെ നല്ല പരിചയമുള്ള സ്ഥിതിക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും സെക്രട്ടേറിയറ്റിലൊരു ജോലി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സംഘടിപ്പിച്ചു തരാം. പക്ഷേ ഇതിത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഞങ്ങൾക്ക് മനസ്സിലായി. വളരെ ബുദ്ധിമുട്ടിയാ ഒരു ഡ്രൈവറെ സംഘടിപ്പിച്ചത് തന്നെ. നമ്മുടെ നാട്ടിൽ ദേഹം അനങ്ങി എന്തെങ്കിലും ജോലി ചെയ്യണമെങ്കിലേ അന്യ സംസ്ഥാനക്കാര് വേണമെന്നായി. പുറം നാട്ടിൽ ചെന്നാൽ പാത്രം കഴുകാൻ പോലും മലയാളിക്ക് മടിയില്ല താനും. വല്ല കല്ലോ കട്ടയോ ചുമക്കാം. അവിടെ ഒരു നാണക്കേടും ഇല്ല. അതങ്ങനെയാണല്ലോ. വിധു പറഞ്ഞ കാര്യം ഞാൻ നോക്കാം.
എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അയ്യോ, ഒരുപാട് നാളുകൂടി കണ്ടിട്ട് ഇത്ര പെട്ടെന്ന്. ഇടയ്ക്ക് ഇറങ്ങാൻ വിധു. ഒരുപാട് തിരക്കിട്ട പരിപാടികളുണ്ട്. നീ എത്തിയെന്നറിഞ്ഞൊരു സന്തോഷത്തിന് വേണ്ടി മാത്രം കേറിയതാ. എന്താ ശാരദാമ്മേ, ഭർത്താവിന്റെ രണ്ടാം ഭാര്യയെ കാണാൻ ഒരു പൂതി? രാശ്വരി, ഞാനൊരു വഴക്കിന് വന്നതല്ല. പക്ഷേ നിങ്ങളോട് 2 വർത്തമാനം പറയാൻ കാത്തിരിക്കായിരുന്നു ഞാൻ. വേർപെടുത്തിയ ബന്ധങ്ങളൊന്നും പുതുക്കാൻ നിൽക്കരുത്. അത് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഗുണം ചെയ്യില്ല. മനസ്സിലായില്ല. ആക്സിഡന്റിൽ പെട്ടുകിടന്ന ഗോപാലേട്ടനെ നിങ്ങൾ ആശുപത്രിയിൽ എത്തിച്ച ശേഷം അങ്ങേർക്കൊരു മാറ്റം കാണുന്നുണ്ട് ഞാൻ. നിങ്ങൾ അമ്മയും മക്കളും ആണെങ്കിൽ ഏത് പുരയ്ക്ക് മീതെ ചായണോന്ന് ആലോചിച്ച് നിൽക്കുക. അതൊക്കെ രാജേശ്വരിയുടെ തെറ്റിദ്ധാരണയാ. ഗോപാലേട്ടൻ കൊണ്ടുവന്ന ആധാരം പണയം വെച്ച് സ്വർണവും പണവും വാങ്ങിക്കാൻ നോക്കിയതും എന്റെ തെറ്റിദ്ധാരണയാണോ ശാരദാമ്മേ? രാജേശ്വരി, എന്റെ ഗതികേടുകൊണ്ടാ. ഒരു പെൺകുട്ടിയെ കൈപിടിച്ച് ഇറക്കി വിടാലോ എന്ന് കരുതി. അതൊക്കെ ഞാൻ സമ്മതിച്ചു ശാരദാമ്മേ. നിങ്ങളുടെ ഹോട്ടലിൽ ചായ കുടിക്കാൻ വരുന്ന ശങ്കരേട്ടൻ ഒരു ആധാരം കൊണ്ടുവന്ന് തന്നാ അതും കൊണ്ടുപോയി പണയം വെക്കൂ ശാരദാമ്മേ നിങ്ങള്? അത് അതാ ഞാൻ പറഞ്ഞത്. മുറിച്ചു മാറ്റാൻ പറ്റാത്തൊരു ബന്ധമുണ്ട് നിങ്ങൾക്കിടയിൽ. എന്നും എന്റെ വഴിയിൽ ഒരു മുള്ള ശാരദാമ്മേ നിങ്ങള്. എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാനാ രാജേശ്വരിയെ ഞാൻ വിളിച്ചു വരുത്തിയത്. ഹോട്ടലും വീടും ഭൂമിയും എല്ലാം ഒഴിഞ്ഞു തന്നേക്കാം. രാജേശ്വരി തന്നെ അതെടുത്തു. ഞാനും എന്റെ മക്കളും ഈ നാട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോണമെങ്കിൽ അതിനും സമ്മതമാ. രാജേശ്വരിയുടെ വഴിയിലൊരു മുള്ളായിട്ട് ഇനി ഉണ്ടാവില്ല ശാരദ. എന്നെ പരിഹസിക്കല്ലോ. ആരെയും പരിഹസിക്കാനോ കളിയാക്കാനോ ഉള്ളൊരു മാനസികാവസ്ഥയിലല്ല രാജേശ്വരി ഞാനിപ്പോ. 2 നേരം വിളക്ക് വെക്കുന്ന ദേവി സത്യമായിട്ട് ഹൃദയത്തിൽ തൊട്ടാ ഞാനിത് പറയുന്നത്. എന്താ ശാരദാമ്മേ പെട്ടെന്നൊരു ബോധോദയം? കല്യാണം കഴിപ്പിച്ചയച്ച മകള് ഭർത്താവിനെ പിരിഞ്ഞ് വീട്ടിൽ വന്ന് നിൽക്കുമ്പോ ഏതമ്മയ്ക്കും ബോധോദയം ഉണ്ടായിപ്പോ രാജേശ്വരി. എന്ത് വിട്ടുവീഴ്ചയ്ക്കും അവര് തയ്യാറാവും. ഞാനിപ്പോ ഉള്ളി ചുമന്നുകൊണ്ട് നടക്കുന്ന കനലിന്റെ ചൂട് രാജേശ്വരിക്ക് അറിയില്ല. കാരണം രാജേശ്വരി ഒരു പെൺകുട്ടിയുടെ അമ്മയല്ല. പെൺകുട്ടികൾ മഹാലക്ഷ്മികളാണെന്നാണല്ലോ ശാരദാമ്മ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിലൊന്നും ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല രാജേശ്വരി. തെറ്റുപറ്റിയത് എനിക്കല്ല. പെണ്ണിനെയും പൊന്നിനെയും ഒരു തുലാസിന്റെ 2 തട്ടിലിരുത്തിയ പൊന്നിനാ തൂക്കം കൂടുതലെന്ന് വിചാരിക്കുന്ന സമൂഹത്തിന്റെ മനസ്സാ മാറേണ്ടത്. ശാരദാമ്മയും മക്കളും ഈ നാട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ തയ്യാറാണെന്ന് അറിഞ്ഞപ്പോ പുള്ളിക്കാരന് സ്വർഗം ലഭിച്ച സന്തോഷ. വേണ്ടത് എന്താന്ന് വെച്ചാ കൊടുത്ത് പറഞ്ഞു വിടാൻ പറഞ്ഞു ഗോപാലേട്ടൻ. ഭൂമി ഞങ്ങൾ എടുത്തോളാം ശാരദാമ്മേ. ശാരികയെ പറഞ്ഞയക്കാനുള്ളത് എന്തായാലും ശാരദാമ്മയ്ക്ക് കിട്ടിയിരിക്കും. പിന്നെ ഒരു ഉപാധി കൂടിയുണ്ട്. ശാരദാമ്മയും രാജേശ്വരിയും തമ്മിലായിരിക്കും ഇടപാട്. ഇക്കാര്യം ഗോപാലേട്ടനോട് പറഞ്ഞതായി പോലും പറയരുതെന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞു. എന്തു പറഞ്ഞാലും സ്വന്തം മകളുടെ ജീവിതത്തിന്റെ കാര്യമല്ലേ. അതിന്റെ പേരിൽ കിടപ്പാട് എഴുതി വാങ്ങിക്കാൻ ഒരു ചമ്മലുണ്ടാവും ഗോപാലേട്ടന്. നാട്ടുകാരറിയുന്നതിനേക്കാൾ കൂടുതലായി ശാരദാമ്മയും മക്കളും ഇത് അറിയരുതെന്നാ എന്നോട് റിക്വസ്റ്റ് ചെയ്തത്. ഗോപാലേട്ടനോട് ഈ ഇടപാടിന്റെ കാര്യം സംസാരിക്കുകയോ അദ്ദേഹത്തിന് അറിവുള്ളതായി ഭാവിക്കുകയോ ചെയ്യരുത്. എന്തു പറയുന്നു? ഇല്ല രാജേശ്വരി, ഒരിക്കലും ഇല്ല. എന്നാ നമുക്ക് പിരിയ ശാരദാമ്മേ. ബാക്കി കാര്യങ്ങൾ വഴിയെ സംസാരിക്കാം. അതിനേക്കാൾ മോശമെന്ന് പറയാവുന്ന ജോലി ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇവന്റെ അച്ഛൻ. ഭാമയും അതൊക്കെ അങ്ങ് മറന്നു. മറന്നിട്ടല്ല രാഘവേട്ട,
സത്യഭാമയുടെ മകന് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ദേ, ശാരികയുടെ സ്ത്രീധനത്തിന്റെ പ്രശ്നമാണെങ്കിൽ ആ ബാധ്യത തീർക്കാൻ ഇവന് പണം കൊടുക്കാന്ന് ഞാൻ പറഞ്ഞതല്ലേ? അമ്മേ, ശാരികയുടെ സ്ത്രീധനത്തിന് മാത്രം പ്രശ്നമല്ല. അമ്മയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ എനിക്ക് ആ ബാധ്യത തീർക്കാം. പക്ഷേ അതൊരു ഔദാര്യം മാത്രമാ. സത്യഭാമ ആരുടെ അടുത്തൊന്നും ഔദാര്യം സ്വീകരിക്കാറില്ലല്ലോ. സത്യഭാമയുടെ മകൻ അത് ചെയ്യണം എന്നാണോ അമ്മ പറയുന്നേ? ഉരുളയ്ക്ക് ഉപ്പേരി പോലെ പറയുന്നുണ്ടല്ലോ. ജോലി ചെയ്യാൻ പറഞ്ഞു വിട്ടവര് തന്നെ ന്യായവും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ആന്റി. ചായക്കടയിൽ ഗ്ലാസും കഴുകി അടുപ്പത്ത് അരി ഇടുന്നവർക്ക് ഒന്നിനൊരു മടി ഉണ്ടാവും. അല്ല, ഇയാൾക്ക് കിടക്കാറായില്ലേ? ആ കിടക്കണം. ശരി. ഇയാളിന്ന് തറയെ കിടക്കണ്ട, പിന്നെ ബെഡിൽ കിടന്നു. ഇന്നത്തേക്ക് ഒരു കൺസെഷൻ. സത്യം? അത്രയ്ക്ക് റിയാക്ഷൻസ് ഒന്നും വേണ്ട. ജോലി ചെയ്ത് ക്ഷീണിച്ചു വരികയല്ലെന്ന് കരുതി ഒരു ദയ തോന്നിയേ ഉള്ളൂ. ചേട്ടാ, ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്നേ പഠിക്കു പോയി തുടങ്ങിയേനെ. അല്ല, ഞാൻ ആലോചിക്കായിരുന്നേ, ഇതാണല്ലേ ഈ ജോലി കിട്ടിയിട്ട് മതി കല്യാണം എന്ന് ആൾക്കാർ പറയുന്നത്. മനസ്സിലായില്ല. അതല്ല, ഈ ഒരു ബെഡില് ഭാര്യ ഭർത്താക്കന്മാര് കിടന്നാലല്ലേ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് നീങ്ങൂ. ആഹാ, ദുരുദ്ദേശമായിട്ടാണോ ബെഡിലേക്ക് വരുന്നത്? അല്ലല്ലല്ല, ഈ ബെഡ് വരത്തി എന്റെ സന്തോഷം പങ്കുവെച്ചെന്നുള്ളൂ. ഈ ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലെല്ലാം പങ്കിടണമല്ലോ. പങ്കിടലൊക്കെ പിന്നെ. ഇപ്പൊ ഇയാള് മര്യാദയ്ക്ക് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. പങ്കിടലൊക്കെ പിന്നെ. ആ പിന്നേലൊരു പ്രതീക്ഷയുണ്ട്. ഇല്ലാന്ന് പറഞ്ഞില്ലല്ലോ. ആശ്വാസം. അവസരം മുതലാക്കാൻ എങ്ങനെ നോക്കിയാലേ. ബെഡിന്നല്ല, ഈ റൂമിന്നേ ഇയാള് പുറത്താ കേട്ടോ. മനസ്സിലായി. ഞാൻ അറ്റത്ത് വിടണോട്ടെ. ഇതെന്താ? അതിര്. ഓ, അതിരി. പുറം ലോകത്തിന് മുന്നിൽ മാത്രമായിരിക്കും ഇനി മേലാൽ നമ്മള് ഭാര്യ ഭർത്താക്കന്മാർ. ഈ 4 ചുവരുകൾക്കുള്ളിൽ ഒരു ഭാര്യയായി നിങ്ങൾ എന്നെ പ്രതീക്ഷിക്കരുത്. ഒരു ദാമ്പത്യ ബന്ധവും നമുക്കിടയിൽ ഉണ്ടാവില്ല ഒരിക്കലും. പുരോഗതി ഉണ്ട്. ഒരു ഉമ്മ കൊടുത്താലോ? അല്ലെങ്കിൽ വേണ്ട, റൂമിൽ നിന്ന് പുറത്താക്കി എല്ലാ പുരോഗതിയും നഷ്ടപ്പെടും. പാവം, എന്റെ കുടുംബത്തിന് വേണ്ടിയാണല്ലോ ഈ കഷ്ടപ്പെടുന്നതൊക്കെ. ഇരിക്കെ.
എന്താ ശാരദാമ്മ ഒരു രഹസ്യ സ്വഭാവം? മറ്റാരും അറിയാതെയാണോ ഈ ഇടപാട്? അധികാരം അറിയണ്ടെന്ന് വെച്ചു. എന്ന് വെച്ചാ ശാരദാമ്മയുടെ മക്കൾ കൂടി അറിയാതെയാണ് ഈ ഇടപാട്. അതിന് നിങ്ങൾ ഈ കാര്യത്തിൽ വാക്കൊന്നും തന്നിട്ടില്ലല്ലോ. ഇന്നിക്കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാക്കണമെന്നുണ്ട്. ഒടുവിൽ ശാലിനിയോ മറ്റോ എന്തെങ്കിലും ഉടക്കുമായി വന്നാല് അവരെയൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിച്ചോളാം. ഒരു വാക്ക് പറഞ്ഞ അതിന്ന് മാറാൻ രാജേശ്വരിക്ക് ബുദ്ധിമുട്ടാ. പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല. അതുകൊണ്ടാ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത്. ഞാനെന്ത് വാക്ക് വ്യത്യാസം കാണിച്ചെന്ന്? ഇതിനകം അൾഷിമേഴ്സ് വന്നിട്ടില്ലെങ്കിൽ ശാരദാമ്മയ്ക്ക് ഓർമ്മയുണ്ടാവും. ഈ ഭൂമിക്കും വീടിനും ഒക്കെ പ്രതിഫലമായി ഞാനും ഗോപാലേട്ടനും കൂടി 10 ലക്ഷം രൂപ ശാരദാമ്മയെ ഏൽപ്പിച്ചു. വീട് ഒഴിഞ്ഞു തരാൻ പറ്റില്ലെന്നും പറഞ്ഞ് പിറ്റേന്ന് ആ 10 ലക്ഷവുമായി നിങ്ങൾ തിരിച്ചു വന്നു. വാക്ക് വ്യത്യാസം അല്ലേ അത്? ഞാൻ ആ പണം നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതല്ലല്ലോ. നിങ്ങൾ എന്നെ പിടിച്ചേൽപ്പിച്ചതല്ലേ. എന്തായാലും നിങ്ങളത് വാങ്ങിവെച്ചു എന്നുള്ളത് സത്യമല്ലേ? പിന്നെ ആ പണം തിരികെ വാങ്ങിക്കാൻ ഞാൻ പെട്ട പാട്. പഴം കഥ പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി. ഇപ്പം വീടും ഹോട്ടലും ഒഴിഞ്ഞു തരാന്ന് പറഞ്ഞ് ശാരദാമ്മ ഇങ്ങോട്ട് വന്നിരിക്കുകയല്ലേ. നമുക്ക് ബിസിനസ് സംസാരിക്കാം. അതെ, ആ ഒന്നോർത്ത ഈ സ്ഥലം ഒഴിഞ്ഞു തരുന്നതിന് ഞാൻ 10 പൈസ ശാരദാമ്മയ്ക്ക് തരേണ്ട കാര്യമില്ല. ഈ വീടും ഹോട്ടലിരിക്കുന്ന ഭൂമിയും ഗോപാലേട്ടന്റെ പേരില. അതറിയാവല്ലോ. അല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ആ, അത് ഓർമ്മയുണ്ടാവണം. പിന്നീട് ഞങ്ങൾ കാണിക്കുന്നതെല്ലാം കരുണ. പല നീ പറഞ്ഞു. ആ ശാരദാമ്മേ, നിങ്ങളോട് കരുണ കാട്ടേണ്ട ഒരു കാര്യവും ഞങ്ങൾക്കില്ല. ഇതിനു മുമ്പ് ഞാൻ ഈ വീട്ടിൽ കാലുകുത്തിയത് ഒരു കല്യാണാലോചനയുടെ ഭാഗമായിട്ടാ. അതിനുശേഷം എനിക്കുണ്ടായ അപമാനവും ദുരനുഭവങ്ങളും ഓർമ്മയുണ്ടാവുമല്ലോ. ചേച്ചിയുടെ സ്പെഷ്യൽ ഇൻട്രസ്റ്റിന്റെ ഭാഗമായിട്ടാ ഈ ഇടപാട് നടക്കുന്നത്. അതും നിങ്ങൾക്ക് ഗുണമുള്ള രീതിയിൽ. അതായത് ശാരദാമ്മേ, ഇതിനു മുമ്പ് ഈ ഭൂമിക്കും ഹോട്ടലിനും വീടിനും ഒക്കെയായി ഞങ്ങൾ വിലയിട്ടത് 10 ലക്ഷം രൂപയാ. കുടിക്ക് കുടിക്ക്. വിഷ്ണുവിന്റെ ഇവിടെ ശാലിനി രാവിലെ എഴുന്നേറ്റ് പോയി. ജോലിക്ക് പോയി തുടങ്ങിയല്ലേ? ഇന്നലെ വരെ മുതലാളിയായി നടന്നയാളാ. ഇപ്പോ ശമ്പളത്തിന് വേറൊരാളുടെ തൊഴിലാളിയായി. പാവം. ആഹാ, അപ്പൊ അവിടെ വരേക്ക് എത്തിയോ കാര്യങ്ങള്? സന്തോഷം. ഡോക്ടറാണല്ലോ. ഹലോ ഡോക്ടർ, പ്രീതി ചെക്കപ്പിന് കണ്ടില്ലല്ലോ. അത് ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ പറ്റിയില്ല. പ്രോബ്ലംസ് ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഡോക്ടറോ? ഇറ്റ്സ് ഓക്കെ, ഞാൻ ചില മെഡിസിൻസ് പറയാം, അതൊന്ന് കുറിച്ചെടുക്കാമോ? ശരി ഡോക്ടർ, ഞാൻ ശാലിനിക്ക് കൊടുക്കാം. ശാലിനി, ഡോക്ടർ കുറച്ച് മെഡിസിൻസ് പറഞ്ഞുതരാന്ന് പറഞ്ഞു, ഒന്ന് കുറിച്ചെടുക്കോ? ഹലോ, കട്ടായല്ലോ. ഹലോ ഹലോ കട്ടായി പോയല്ലോ. സാരില്ല, തിരിച്ചു വിളിച്ചാ മതി. ഒരു മിനിറ്റ്, ഞാൻ പേപ്പർ എടുത്തിട്ട് വരാം. ഇനിതാ. എന്ത് മരുന്നാ ഇവര് കുറിച്ചെടുക്കുന്നത്? ഹലോ, ഡോക്ടർ, ഞാൻ ശാലിനിയാ. ശാലിനി, ഞാൻ മെഡിസിൻസ് പറഞ്ഞുതരാം, ഒന്ന് കുറിച്ചെടുക്കാവോ? പറഞ്ഞോളൂ ഡോക്ടർ.
കുറിച്ചെടുത്തല്ലോ അല്ലേ? ആ ഡോക്ടർ, കുറിച്ചെടുത്തു. ശരിയപ്പോ അടുത്ത ദിവസം തന്നെ പ്രീതിയോട് ചെക്കപ്പിന് ഒന്ന് വരാൻ പറയണേ. ശരി ഡോക്ടർ, ഞാൻ പറയാം. ഡോക്ടർ വിളിച്ചത് നന്നായി, മരുന്ന് മുടങ്ങിയില്ലല്ലോ. പറ്റുമെങ്കിൽ വൈകിട്ട് നമുക്ക് ഹോസ്പിറ്റലിലോട്ടൊന്ന് പോവാ ശാലിനി. ശരി. അമ്മേ, എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായതായിരിക്കും. മറ്റാർക്കെങ്കിലും കൊടുക്കാനുള്ള മരുന്ന് ഡോക്ടർ ഓർമ്മപ്പിച്ചോട് പറഞ്ഞതായിരിക്കും. ഓർമ്മപ്പിശകല്ല, തിരിച്ചു വിളിച്ചപ്പോ ശാലിനി എന്ന പേര് വിളിച്ച ഡോക്ടർ സംസാരിച്ചത്. പറയടി, ആരാ പ്രഗ്നന്റ്? അമ്മേ, അമ്മേ, ഞാനാ പ്രഗ്നന്റ്. അല്ല എന്റെ കള്ളവാ, ശാലിനി ഗർഭിണിയല്ല. പിന്നെ പ്രീതിയാ ഗർഭിണി. പ്രീതിയോ? അതെ ആന്റി, പ്രീതി തന്നെ. എനിക്കിത് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. നിന്നോട് ആര് പറഞ്ഞു? ഞാൻ തന്നെ പ്രഗ്നന്റ്. അല്ല ആന്റി, ഇവള് പ്രീതിയെ രക്ഷിക്കാൻ വേണ്ടി കള്ളം പറയുന്നതാ. ഞാൻ എന്തിനു കള്ളം പറയണം? ഇക്കാര്യത്തില് എനിക്ക് കള്ളം പറയാൻ പറ്റും? അല്ല, പ്രീതിക്ക് തന്നെ, എനിക്ക് ഉറപ്പാ. സുസ്മിത, ഒരു വർഷമായി അർജുനുമായി അകന്നു കഴിയ അവൾ എങ്ങനെ പ്രഗ്നന്റ് ആവും? അതെനിക്കറിയില്ല ആന്റി. ആരും പ്രീതിയുടെ മേലെ പഴിചാരണ്ട. ഞാൻ തന്നെയാ പ്രഗ്നന്റ്. തെളിവുണ്ടോ നിന്റെ കയ്യില്? ഉണ്ടെങ്കിലോ? ആ, എനിക്ക് കാണിക്ക്. ശരി. തെറ്റിദ്ധരിപ്പിക്കാൻ അവള് പരമാവധി നോക്കൂ ആന്റി. ആന്റി അതിലൊന്നും വീഴരുത്. ഭഗവാനെ, ഇതിന്റെ പ്രത്യാഘാതം എന്താണെന്ന് അറിഞ്ഞു തന്നെയാണോ ശാലിനി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? പ്രീതിയെ രക്ഷിക്കാൻ മറ്റൊരു മാർഗവും കാണുന്നില്ലല്ലോ. ഈശ്വര, എന്റെ മെഡിക്കൽ റിപ്പോർട്ടാണല്ലോ ശാലിനി എടുത്തോണ്ട് വരുന്നത്. അതിലെന്റെ പേരുണ്ട്. അത് കണ്ട ശാലിനിയാണ് ഗർഭിണിയെന്ന് പറഞ്ഞാൽ അമ്മ വിശ്വസിക്കില്ല. പെട്ടല്ലോ ഭഗവാനെ. സംശയം വേണ്ട, ഇത് നോക്കി ഉറപ്പുവരുത്താം. മെഡിക്കൽ റിപ്പോർട്ടാ. പ്രഗ്നന്റ് ആയ പേഷ്യന്റിന്റെ പേരുണ്ട് അതില്. ശാലിനിയുടെ ജീവൻ കൊടുത്തിട്ടായാലും അർജുനേട്ടന്റെയും പ്രീതിയുടെയും കുഞ്ഞിനെ ഞാൻ സംരക്ഷിക്കും. ഇതെന്റെ വാക്കാ. നിൽക്ക്. എന്താ മധുര പലഹാരം ഒന്നും കാണാനില്ലല്ലോ കയ്യില്. അല്ല,
സാധാരണ അങ്ങനെയാണല്ലോ. അച്ഛനാകാൻ പോകുന്നയാള് വീട്ടുകാർക്കായാലും ചെലവ് ചെയ്യും. അച്ഛനാകാൻ പോകുന്നോ? ആര്? നീ തന്നെ, പിന്നെ വേറെ ആരാ? ഞാനോ? അതേടാ, നിന്റെ ഭാര്യ ശാലിനി ഗർഭിണിയാണെന്ന്. അമ്മ എന്തൊക്കെയാ പറയുന്നത്? അമ്മ പറയുന്നത് സത്യമാണോ? ഞാൻ തമാശ പറയാറില്ലെന്ന് നിനക്കറിയാമല്ലോ, അതും ഇത്തരമൊരു കാര്യത്തിന്. പറഞ്ഞത് നിന്റെ ഭാര്യ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ തന്നെ, ശാലിനി. അവള് ഗർഭിണിയോ? ഓഹോ, അപ്പൊ നീ അറിഞ്ഞിട്ടില്ല അല്ലേ? ഇല്ല. എങ്കി പോയി ചോദിക്കടാ, ചോദിച്ചത് ആരാണെന്ന് അറിയണോ എനിക്ക്? പോയി ചോദിക്കാൻ. ചെയ്യടാ, സത്യം ചെയ്യാൻ. നീയും ഇവളുമായി ഭാര്യ ഭർത്തൃബന്ധം ഉണ്ടായിട്ടില്ലെന്ന് കർപ്പൂരം കത്തിച്ച് കയ്യിൽ ഒഴിഞ്ഞ് സത്യം ചെയ്യ. സത്യം ചെയ്യടാ, സത്യം ചെയ്യാൻ. അമ്മ എന്തൊക്കെയാ പറയുന്നേ? നിന്നോട് സത്യം ചെയ്യാനല്ലേ പറഞ്ഞത്? ഡാ, അല്ലെങ്കിൽ നീ തെറ്റ് ചെയ്തെന്നാണ് അതിനർത്ഥം. അമ്മ അതിന് സത്യം ചെയ്യ. ആ വിടരുത് ആന്റി. ഡാ, ഞാൻ പറഞ്ഞ നീ അനുസരിക്കോ ഇല്ലയോ? എനിക്കതിപ്പോ അറിയണം. അമ്മ ഞാനൊന്ന് പറയുന്ന വിഷ്ണു, സത്യം ചെയ്യ. ദൈവമേ, ശാലിനി എന്തിനു വേണ്ടിയിട്ട് ഈ കള്ളം പറയുന്നത് എനിക്കറിയില്ല. എന്തായാലും അതിന് പിന്നിൽ വ്യക്തമായിട്ടൊരു കാരണം ഉണ്ടാവും. ഞാൻ ഈ സത്യം ചെയ്യുന്നതുകൊണ്ട് അപകടത്തിലാവുന്നത് ശാലിനിയാണ്. പക്ഷെ വേറെ നിവൃത്തിയില്ല. ശാലിനി, മാപ്പ്, നീ എന്നോട് പൊറുക്കണം. മറിക്കേ. ദാ കർപ്പൂരം റെഡി. പെട്ടു രണ്ടാളും. ഈ കുരുക്കിന്ന് മോചനമില്ല ശാലിനിക്ക്. ഇവളെ ഇവിടെ നിന്ന് പുറത്താക്കാൻ ഞാൻ എന്തെല്ലാം അടവുകൾ പയറ്റി. അവസാനം ദൈവമായിട്ട് തന്നെ അതിന് വഴിയൊരുക്കി. ഇല്ലെങ്കിൽ പ്രത്യാഘാതം രൂക്ഷമായിരിക്കും.
അച്ഛാ നീ എന്നെ നിയമം ഒന്നും പഠിപ്പിക്കാൻ വരല്ലേ? എന്റെ ഈ ചോദ്യങ്ങൾക്കൊന്നും അമ്മയ്ക്ക് മറുപടി ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. ഈ ഭൂമിക്ക് പ്രതിഫലമായി അവർ തരുന്ന 30 പവൻ അമ്മയ്ക്ക് സ്ത്രീധനായിട്ട് കിട്ടിയതല്ലേ? അവകാശപ്പെട്ടത് ഔദാര്യമായി വാങ്ങിയിട്ട് എന്തിനാ ഈ വീട് ഒഴിഞ്ഞു കൊടുക്കുന്നെന്നാ ഞാൻ ചോദിക്കുന്നത്. എനിക്ക് മനസ്സുണ്ടായിട്ട് അത് ചോദ്യം ചെയ്യാൻ നീ ആരടി? മറ്റുള്ളവർക്ക് മനസ്സും ഹൃദയം ഉണ്ടെന്ന് അമ്മയ്ക്ക് ഓർമ്മ വേണം. ആ 30 പവൻ വാങ്ങിയിട്ട് എന്റെ സ്ത്രീധനത്തിന്റെ ബാധ്യത തീർക്കാനല്ലേ അമ്മ കരുതുന്നത്? അമ്മ ശ്യാമെ തെരുവിലേക്ക് ഇറക്കി വിട്ടിട്ട് എനിക്കൊരു സുഖജീവിതം വേണ്ടമ്മേ. അത് നീയാണോ തീരുമാനിക്കുന്നത്? മുതിർന്നവർക്ക് മാത്രമല്ല, ചില തീരുമാനങ്ങൾ മക്കൾക്കും എടുക്കാം. പ്രത്യേകിച്ചും പ്രശ്നം അവരുടെ ജീവിതത്തെ കൂടി ബാധിക്കുന്നതാവുമ്പോ. എന്റെ നല്ല ഭാവി ഉദ്ദേശിച്ച ശാലിനി അവളുടെ ജീവിതം ബലി കൊടുത്തത്. അവളുടെ IAS അടക്കമുള്ള മോഹങ്ങൾ വേണ്ടാന്ന് വെച്ച് എന്നിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? ഇല്ലല്ലോ. ശാരികയുടെ ഭാവിക്ക് വേണ്ടി ശ്യാമയുടെ ജീവിതം കൂടി ബലി കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ലമ്മേ. എന്നെ അതിന് നിർബന്ധിക്കരുത്. നിർബന്ധിച്ച ആ റെയിൽവേ ട്രാക്ക് അവിടെ തന്നെ ഉണ്ട്. എല്ലാ തവണയും ബീറ്റ് പോലീസിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്തോ അത്യാവശ്യ കാര്യത്തിനാണെന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ? കാര്യമുണ്ട്. അമ്മ വാ. ദേ, ആ സത്യഭാമ എന്തെങ്കിലും ചൊറിയുന്ന വർത്തമാനം പറഞ്ഞ നീ ആയിരിക്കും എന്റെ വാങ്ങുക. ഒന്നും പറയില്ല. ഞാനല്ലേ അമ്മേ പറയുന്നത്. അമ്മ വാ, ഇങ്ങോട്ട് വാ അമ്മേ. രാവിലെ സത്യം അറിയണോന്ന് ആന്റി പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? ആർക്കും ഒരു കുലുക്കോ ഇല്ല. ആന്റിയുടെ വാക്കിനെ ഇവിടെ ഒരു വിലയില്ലേ? അവിഹിത ഗർഭം ധരിച്ച് അവള് പ്രസവിക്കുന്ന കുഞ്ഞിന്റെ അപ്പി കോരാൻ ആന്റിക്ക് വിധി. സുസ്മിതേ, ഇതുപോലത്തെ വില കുറഞ്ഞ സംസാരങ്ങളൊന്നും ഇവിടെ വേണ്ട. അത് വില കുറഞ്ഞ പ്രവൃത്തി ചെയ്തവരോട് പറ. ആന്റി, ദേ നോക്കിയേ. എന്റെ അറിവിൽ വർഷം 1 കഴിഞ്ഞു എന്റെ മകന് ഈ പെൺകുട്ടിയായിട്ട് പിരിഞ്ഞു താമസിക്കാൻ തുടങ്ങിയിട്ട്. ഇതിനിടെ ഒരു രാത്രി പോലും ഒന്നിച്ച് താമസിച്ചിട്ടില്ല. മുനിവര്യം കൊടുത്ത മാമ്പഴം കഴിച്ച് ദിവ്യഗർഭം ഉണ്ടാവാൻ ഇത് പുരാണ കഥയൊന്നും അല്ലല്ലോ സത്യഭാമേ. ഇനി കുഞ്ഞ് എന്റെ മകന്റേതാണെങ്കിൽ ഇവനത് തുറന്നു പറയാം. എനിക്ക് പ്രീതി വിശ്വാസമാണ്. വിശ്വാസം നിനക്ക് മാത്രം പോരാ, ഇവിടെ നിൽക്കുന്നവർക്കും നാടൊട്ടുക്കുള്ളവർക്കും ബോധ്യം വരണം.
അല്ലെങ്കിൽ നാളെ വയറും വീർപ്പിച്ച് ഇവളുടെ കൈയും പിടിച്ച് നീ നാട്ടിലിറങ്ങി നടക്കുമ്പോ ആൾക്കാരടക്കം പറഞ്ഞ് ചിരിക്കും. നിനക്കത് അലങ്കാരമായിരിക്കും, പക്ഷേ എനിക്കത് അരോചകമാണ്. ഈ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞ ഒരേ ഒരു സന്ദർഭം പറഞ്ഞാ മതി. ഞാനൊന്നിപ്പിക്കാം നിങ്ങളെ. എന്താ പറയാനുണ്ടോ ഒരു സന്ദർഭം? സത്യഭാമയുടെ മുന്നിൽ വെച്ച് നിന്നെ കൊണ്ടത് പറയാനാവില്ലടാ. ഇവൾക്കും പറയാൻ പറ്റില്ല. പ്രീതിക്കും സംസാരിക്കാം. സത്യഭാമയുടെ മുന്നിൽ വെച്ച് തന്നെ പറയണം നീ. വസുമതി, ഇങ്ങനൊരു വിചാരണയുടെ ആവശ്യമുണ്ടോ? ഉണ്ട് രാഘവൻ നായരെ. ഇതെന്റെ കുടുംബത്തിന്റെ മാനത്തിന്റെ പ്രശ്നം. ഇവർക്ക് രണ്ടാൾക്കും ഒന്നും പറയാനില്ലാത്ത സ്ഥിതിക്ക് ഞങ്ങൾ ഇറങ്ങുന്നു. സത്യഭാമ ഇനി കരഞ്ഞ് കാല് പിടിച്ചാലും ഇവളെ എന്റെ വീട്ടിൽ കയറ്റൊന്ന് കരുതണ്ട. ഭാമേ, വേണ്ട. സത്യഭാമയുടെ വീട്ടിൽ വന്ന് ഇത്രയും കുറച്ചിട്ട് നീ അങ്ങനെ വെറുതെ പോയാലോ വസുമതി? എന്റെ മകളെ പറ്റി അനാവശ്യം പറഞ്ഞ നിന്റെ നാവിനി അനങ്ങില്ല. നിലാവട്ടം മാത്രമുള്ള നിന്റെ ഈ തലയിലേക്ക് ഒരു ബുള്ളറ്റ് സമ്മാനമായി തരുക ഞാൻ, ചൂടോടെ. വേണ്ട ഭാമേ, നീ എന്തായി കാണിക്കുന്നേ? ഇതൊന്നും കൊണ്ട് വസുമതി കുലുങ്ങില്ല സത്യഭാമേ. എനിക്ക് മുന്നിൽ രണ്ട് വഴികളുണ്ട്. ഒന്നുകിൽ ഈ പടിയിറങ്ങി പുറത്തേക്ക് പോകാം, അല്ലെങ്കിൽ നീ കാഞ്ചി വലിച്ചാൽ നേരെ മുകളിലേക്ക്. രണ്ടായാലും വസുമതി മാനം കെട്ട് ജീവിക്കില്ല. രണ്ടിലേത് നടന്നാലും നീ തന്നെയാ മാനം കെട്ട് ജീവിക്കാൻ പോകുന്നത്. അത് തന്നെയാ ശേഷിച്ച കാലം നിനക്കുള്ള ശിക്ഷയും. ആന്റി പൊട്ടിക്കുന്നില്ലല്ലോ. ആ കുഞ്ഞിന് വേണ്ടിയാ, ആ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ ഞാനിതൊക്കെ ചെയ്യുന്നത്. 2 മാസം കൂടി കഴിഞ്ഞാൽ ഒരു അബോർഷൻ നടക്കില്ല. അമ്മയുടെ സമ്മതത്തോടെ അല്ലാതെ അതിന് ശ്രമിച്ച അത് 2 ജീവനും ആപത്തുമാണ്.
പ്രീതിയുടെ ജീവന് ഭീഷണിയെന്ന് വന്ന സത്യം അതിന് മുതിരില്ല. ആ ഒരു സമയം മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. 2 മാസത്തിന് ശേഷം ഞാൻ പറഞ്ഞോളാം, വിഷ്ണുവേട്ടനടക്കം എല്ലാവരോടും. അതുകൊണ്ട് 2 പേരും എനിക്ക് സത്യം ചെയ്തതാ, മറ്റാരും ഇതറിയില്ലെന്ന്. അച്ഛാ, പ്രീതി, ഇത് പ്രീതിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് വേണ്ടിയാ, പ്രീതിയുടെ ജീവന്റെ പാതയ്ക്ക്. പ്ലീസ്. പക്ഷേ നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ എനിക്കറിയാം ശാലിനി. ആള് വരുന്നുണ്ട് നിന്റെ വാതുറപ്പിക്കാൻ. ആ ആൾക്ക് മുന്നിൽ നുണ പറയാനാവില്ല നിനക്ക്. ലോകത്ത് നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആൾ, നിന്റെ ദൈവം. അമ്മ, അതേടി, ശാരദ തന്നെ. നമസ്കാരം. എന്താണോ വിളിപ്പിച്ചത്? ഒരു വിശേഷം. നിങ്ങളുടെ മകൾ ശാലിനി ഗർഭിണിയാണ്. പക്ഷേ ചെറിയൊരു കുഴപ്പമുണ്ട്. കുഞ്ഞ് എന്റെ മകൻ വിഷ്ണുവിന്റേതല്ല. അവൻ ഇവളെ തൊട്ടിട്ടേയില്ല. സുസ്മിതയുടെ വിവാഹം കഴിയുന്നതുവരെ ശാലിനിയുടെ ജീവിതത്തിൽ ഇനി ഒരു ചടങ്ങും ഉണ്ടാവില്ല. ഇത് ശാലിനിയുടെ വാക്കാ, വിശ്വസിക്കാം. സുസ്മിതയുടെ വിവാഹം കഴിയുന്നതുവരെ ശാലിനിയുമായി ദാമ്പത്യ ബന്ധം ഉണ്ടാവില്ലെന്ന് വാക്ക് തന്നിരുന്നു എന്റെ മകൻ. നിങ്ങളുടെ മകളും അത് തന്നെ പറഞ്ഞു. 2 പേരും അത് പാലിച്ചിട്ടുണ്ടാവണം. എന്റെ മകനുമായി ബന്ധമുണ്ടാവില്ലെന്നേ ശാലിനി പറഞ്ഞുള്ളൂ. സത്യമേ? ശബ്ദമുയർത്തണ്ട ശാരദ. ശാലിനിയുമായി ഭാര്യ ഭർത്തൃബന്ധം ഉണ്ടായിട്ടില്ലെന്ന് എന്റെ മകൻ ദൈവങ്ങൾക്ക് മുമ്പിൽ കർപ്പൂരം കത്തിച്ചു വെച്ച് കയ്യിൽ ഒഴിഞ്ഞ് സത്യം ചെയ്തു. ആരെങ്കിലുമായിട്ട് ബന്ധമുണ്ടായിട്ടുണ്ടോന്ന് സത്യം ചെയ്യാൻ നിങ്ങളുടെ ഈ മകളോട് ഞാൻ ആവശ്യപ്പെട്ടപ്പോ അവൾ അതിന് തയ്യാറായില്ല. ഇതിൽ നിന്ന്
നിന്ന് ഞങ്ങൾ എന്താ ശാരദയെ മനസ്സിലാക്കേണ്ടത്? പുരാണങ്ങളിലൊക്കെ പറയുന്നത് പോലെ എന്തെങ്കിലും വരമോ പ്രസാദമോ കൊണ്ടാണ് ഈ ദിവ്യഗർഭം ഉണ്ടായതെങ്കിൽ അത് നൽകിയ മുനിവര്യൻ ആരാണെന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഇല്ല സത്യാമ്മേ, ശാരദയുടെ മകൾ ശാലിനി അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല. ഇതില് എന്തോ ചതിയുണ്ട്. ആര് ചതിച്ചു എന്നാ ശാരദാമ്മേ? നിങ്ങളുടെ മകളെ ക്രൂശിക്കാൻ ഇവിടെ ആരും ഒന്നും ചെയ്തിട്ടില്ല. താൻ ഗർഭിണിയാണെന്ന് പറഞ്ഞത് ശാലിനി തന്നെയാ. അത് തെളിയിക്കാൻ മെഡിക്കൽ റെക്കോർഡ്സ് കാട്ടി തന്നതും ശാലിനി തന്നെ. സമ്മതിച്ചെടി, നീ സീതാവേഷം കെട്ടി കുറെ നാള് നടന്നതല്ലേ? ഇനി നിന്റെ വനവാസകാലോ ശ്രീരാമനെപ്പോലുള്ള വനവാസമല്ല, കളങ്കിതയെന്ന് മുദ്രകുത്തി ഭർത്താവ് ഉപേക്ഷിച്ച വനവാസം. അല്ല, ഏതു മുനിയുടെ ആശ്രമത്തിലാടി നീ നിന്റെ ലവകുശന്മാരെ പ്രസവിക്കാൻ പോകുന്നത്? ആ കുടുംബശ്രീ ഹോട്ടലിലെ ചായ്പിലോ? എന്തായാലും സീത തന്നെയും ശൂർപ്പണക തന്നെയോ സുസ്മിത. ആയിക്കോട്ടെ, ഇപ്പൊ അശ്വമേധം ജയിച്ചിരിക്കുന്നതേ ഈ സുസ്മിത തന്നെയാ ശാലിനി. നീ ഭൂമി പിളർന്ന് അമ്മയുടെ മടിത്തട്ടിലേക്ക് പൊയ്ക്കോ. സന്തോഷമായിട്ട് ഈ സുസ്മിത കണ്ടു നിൽക്കും. നീ എന്ത് വിചാരിച്ചടി? ഇത് നിന്റെ വിജയമാണെന്നോ? എന്നാ കേട്ടോ, ഞാൻ അഴിച്ചുവിട്ട കുതിരയുടെ കാൽ ചുവട്ടില നീ എന്ന ഈ കഴുത. അവിടെ കിടന്ന് ചവിട്ട് കൊള്ളേണ്ടത് നിന്റെ വിധി. ഇപ്പോഴത്തെ ഈ വനവാസം തെരഞ്ഞെടുത്തത് പോലും ഞാനാ. കഥയും തിരക്കഥയും സംഭാഷണം എഴുതി ഞാൻ തന്നെ സംവിധാനം ചെയ്തു. ഞാൻ തന്ന റോളിലാ നീ പോലും ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന. ഈ വീട്ടിലെ കർത്താവും കർമ്മവും ക്രിയയും ഒക്കെ ഞാനാ. നീ വെറുതെ കൃമി. നിനക്കൊരിക്കലും അളക്കാൻ പറ്റാത്തൊരു കടലാ സുസ്മിത ശാലിനി. ഇപ്പോ ഒരൽപ്പം പുറകോട്ട് വലിയുന്നതേ സുനാമിയായിട്ട് തിരിച്ചു വരാനാ. നീ സൂക്ഷിച്ചോ. സത്യം സൂര്യനെ പോലെയാ സത്യാമ്മേ. അതിന്റെ വെളിച്ചം പഴമുറം കൊണ്ട് മറയ്ക്കാൻ പറ്റില്ല ആർക്കും. മറവുകൾക്കപ്പുറത്ത് നിന്ന് സത്യം സൂര്യനെ പോലെ വെളിയിൽ വരുന്ന ദിവസം ദൂരമല്ല സത്യാമ്മേ. അന്ന് നിങ്ങൾ തന്നെ ശാലിനിയെ തിരിച്ചു വിളിക്കും. നിത്യവും പൂജിക്കുന്ന ഈ താലി തൊട്ടാ ഞാനിത് പറയുന്നത്. അതപ്പോഴല്ലേ ശാരദേ, നമുക്ക് അന്നേരം ആലോചിക്കാം അത് വിശദമായി. ഇപ്പോ ഇവളെയും കൊണ്ട് ഇവിടുന്ന് ഇറങ്ങണം നിങ്ങള്. ഒരു നിമിഷം വൈകാതെ. ശാലിനി, വേറെ നിവർത്തിയില്ല പ്രീതി.